ഡൈനിങ് ഹാളിലെ ഓട്ടോമേഷൻ സ്വിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത സ്വിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്വിച്ചിൽ നമുക്ക് ഓരോ ലൈറ്റും അല്ലെ ഫാനും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതിൽ സീൻസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഡേ സീനും നൈറ്റ് സീനും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കട്ടൻസിന് നമ്മൾ ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കട്ടൻസിൻ്റെ ഫങ്ഷൻസ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ഹൈറ്റുള്ള കട്ടനാണ്. ഇത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള കട്ടൻസ് ആകുമ്പോൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഈ ഓട്ടോമേഷൻ സ്വിച്ചിൽ കളർ ചേഞ്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ആയിരിക്കുന്ന സ്വിച്ചിൻ്റെ കളറും ഓഫ് ആയിരിക്കുന്ന സ്വിച്ചിൻ്റെ കളറും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നവർക്ക് സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ഓട്ടോമേഷൻ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഈ സ്വിച്ചിൽ തന്നെ ഒരു മാസ്റ്റർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പം ഈ ലൈറ്റിലുള്ള കട്ടൻസ് ആയിട്ട് ഫാൻ ആയിക്കോട്ടെ ലൈറ്റ്സ് ആയിക്കോട്ടെ ഇതെല്ലാം നമുക്കൊരു സിംഗിൾ ബട്ടണിൽ തന്നെ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ സ്വിച്ച് ബോർഡിലും നമ്മൾ മാസ്റ്റർ സ്വിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ മാസ്റ്റർ സ്വിച്ചിൽ നമുക്ക് എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും കോൺഫിഗർ ചെയ്യാം. ആ റൂമിലുള്ള എല്ലാ ലൈറ്റും ഓൺ ആക്കാനും സാധിക്കും. അതേപോലെ നമുക്ക് ആ റൂമിലുള്ള എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്യാനോ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. ഇത്രയും സിമ്പിളായി നമ്മുടെ വീടുകളിലെ സ്വിച്ചസ് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഓട്ടോമേഷൻ സ്വിച്ചസ് സെലക്ട് ചെയ്യാവുന്നതാണ്.